ഒരു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 121 സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ മാത്രമാണ് നമുക്കിന്ന് ശുശ്രൂഷിക്കാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പിന്നെ പറയുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ ഒരു കാര്യം നമുക്ക് കാണുവാനുണ്ട്. യെരൂശലേം പട്ടണത്തിന്റെ മുകളിലായിരുന്നു അവൻ യെരൂശലേം ദേവാലയം, അല്ലെ? നമുക്കൊക്കെ വായിക്കാനും കേൾക്കാനുണ്ട്. പട്ടണത്തിന് മുകളിലായിരിക്കുന്ന ദേവാലയമാണ് യെരൂശലേം ദേവാലയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതിനെ ഉപമിച്ചുകൊണ്ടാണ് പലരും ശുശ്രൂഷിക്കാറുണ്ട് ഇതിനെ കുറിച്ച്. എങ്കിലും ഇവിടെ എനിക്ക് പറയാനേ ഉള്ളൂ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി തൊട്ട് താഴെയുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിൽ കിടക്കുന്നതാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇന്ന് പകൽക്കാലവും നമുക്ക് ആരെങ്കിലും വിശ്വാസത്തിലും പ്രത്യാശയില്ലാതെ യഹോവയെ ആശ്രയിക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, സഹായിക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഈ സന്ദേശം, ഈ വചനം ആകാശത്തെയും ഭൂമിയെ ഉളവാക്കിയ യഹോവയിൽ നിന്ന് വിടുതൽ നൽകുന്ന ദിവസമായി മാറുവൻ. ആര് വിശ്വസിച്ചാലും ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള പ്രതിഫലം, ഹല്ലേലൂയ, നമുക്കുള്ള പ്രതിഫലം നമ്മൾ ആരോടാണോ അപേക്ഷിക്കുന്നത്, ആരെയാണോ നമ്മൾ നോക്കുന്നത്, അവനിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. യഹോവയിലേക്ക് നോക്കിയ മുഖം പ്രകാശിതരായി എന്ന് വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയിലേക്ക് നോക്കിയ മുഖം പ്രകാശിതരായി, അവങ്കിലേക്ക് നോക്കിയ മുഖം പ്രകാശിതരായി എന്ന് പറയുമ്പോൾ നാം ഉയരത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം പ്രകാശിക്കപ്പെടുവാൻ ഇടവരും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ആനന്ദിക്കുവാൻ ഇടവരും. പലപ്പോഴും ആളുകൾ ഇന്ന് താഴേക്ക് നോക്കി നിൽക്കുകയാണ്, അല്ലെ? പലരുടെയും നോട്ടം താഴെയാണ്. ഇവിടെയാണ് എന്തുണ്ട്, ഇവിടെ നിന്ന് എന്ത് കിട്ടും, ഈ ഭൂമിയിൽ നിന്ന് എന്ത് കിട്ടും, ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടുമ്പോൾ ഉയരത്തിലേക്ക് നോക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല. ഉയരത്തിലേക്ക് നോക്കുന്ന ആരാണ്? സ്വർഗത്തിലിരിക്കുന്ന കർത്താവ്. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപ്പെടുത്തുക. അല്ലെങ്കിൽ പാദത്തിലേക്ക് നോക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ഉയരത്തിൽ അവനിലേക്ക് മുഖത്തിലേക്ക് നോക്കണം. അവന്റെ മുഖത്തിലേക്ക് നോക്കുന്ന ഒരാൾ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മുഖം കണ്ടവരാരും ലജ്ജിച്ചു പോകുകയില്ല. താഴെ നോക്കുന്ന ആളുകൾ എപ്പോഴും ഈ ഭൂമി കൊണ്ട് തീർന്നുകൊണ്ട് പോകുന്ന ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ താഴോട്ട് നോക്കി നിൽക്കുന്ന ആളുകളെല്ലാം പാതാളത്തിലേക്ക് പോകുന്ന ആളുകളാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഉയരത്തിലേക്ക് നോക്കുന്നവൻ, ഹല്ലേലൂയ, ഉയരത്തിലിരിക്കുന്ന ദൈവത്തിലേക്ക് നോക്കുന്നവൻ എന്ന് ഉയരുവാൻ ആഗ്രഹിക്കും. അവൻ ഉയരുവാൻ ആഗ്രഹിക്കുന്ന അവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തി ഒരിക്കൽ താഴേക്ക് നോക്കുവാൻ ഇടവരുന്നില്ല. എന്നെങ്ങനെയാണ്? ആത്മീയമായ കണ്ണുകൾ കൊണ്ട് നോക്കണം. എങ്ങനെയാ? താഴേക്ക് നോക്കുന്നതല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവത്തിൽ നിന്ന് വാങ്ങുവാനും നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമുക്കുള്ള സഹായം ദൈവത്തിൽ നിന്ന് വരുന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞത്, അവൻ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ യഹോവയെ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. യഹോവയെ ആശ്രയിക്കുന്നവൻ ഒരുവൻ കുലുങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവന്റെ ആശ്രയം ക്രിസ്തുവിലാണ് എന്നുണ്ടെങ്കിൽ, അവന്റെ രക്ഷ ക്രിസ്തുവിലാണ് കണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, അവനെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവൻ സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ. ഒരു പക്ഷേങ്കിൽ, ഹല്ലേലൂയ, നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഇവിടം കൊണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ആശ്രയമാണ് നമ്മൾ കൂടുതലും ചൊലുത്തിയിരുന്നത്. ഹല്ലേലൂയ. ഇവിടെയുള്ള ആശ്രയം കൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു. നമുക്ക് മറ്റൊരാൾ താങ്ങുവാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ ചോദിച്ചാൽ നമുക്ക് വാങ്ങുവാനുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ജീവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മളെപ്പോഴും അവരിൽ ആശ്രയിച്ചായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ, ദൈവത്തെ അറിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആദ്യം ദൈവത്തോടാണ് ചോദിക്കുന്നത്, നമ്മൾ ആദ്യം ദൈവത്തിനോടാ ഏൽപ്പിക്കുന്നത്. കർത്താവേ, ഇത് നീ നടത്തി തരണം, ഇത് നീ ചെയ്തു തരണം എന്ന് നമ്മൾ ഇന്ന് ദൈവത്തോട് ആദ്യം ചോദിക്കുന്നത്. പണ്ട് നമ്മൾ അങ്ങനെ അല്ലായിരുന്നു. ദൈവവചനം പറഞ്ഞു, നിങ്ങൾ അജ്ഞാത കാലത്ത്, അറിയാതിരുന്ന കാലത്ത് നമ്മൾ ജീവിച്ചൊരു കാലഘട്ടം പോലെ അല്ല ഇന്ന് ജീവിക്കുന്നത്. അത് നമ്മൾ അറിയുന്നതാണ് ആരാണ് നമ്മെ വിളിച്ചിരിക്കുന്നുള്ള ആ അറിവാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും കാരണമാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് വാസ്തവമായി ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തെ നമ്മെ അറിയാൻ വേണ്ടല്ല, നമ്മൾ ദൈവത്തെ അറിയും തോറും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് ഇറങ്ങി വരും തോറും നമ്മുടെ വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ കടഭാരങ്ങൾ മാറ്റമുണ്ടാകും. എന്താ? നമുക്കിതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ഇത് മാറ്റമുണ്ടാകും. എന്തെങ്ങനെയാ? ഒരു സമാധാനം അതിനകത്തുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് അറിഞ്ഞ് വന്നവരുടെ മൊത്തം മാറുന്നല്ല എന്നർത്ഥം. അതിനുമേൽ ദൈവം സമാധാനം ഇടുവാനിട വരും, മാറുക ചെയ്യും. പക്ഷേ അതിനപ്പുറം ആദ്യം ദൈവം തരുന്ന എന്താ? സമാധാനം അതിന് തരും. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തിന്റെ വാക്കുകൾ കിട്ടുവാനിട വരും. ഇന്നലെ ഞങ്ങൾ പരിമല ഭാഗത്താണ് പരസ്യം ചെയ്തിരുന്നത്.
ഞങ്ങൾ 10-12 പേരുണ്ടായിരുന്നു. പ്രൈസ് അതിനകത്ത് ഞാനും വേറെ ദൈവദാസനും സ്തോത്രം ലാസ്റ്റ് നിന്നപ്പോൾ ആ ദൈവദാസനോട് പറഞ്ഞു നമുക്ക് അപ്പുറം 2 പരസ്യം ചെയ്യാന്ന് പറഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം എന്നിട്ട് പോരാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി വേറെ 2 സ്ഥലത്ത് പോയി പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് ആത്മാവ് നിർത്തുന്നില്ല, ഇങ്ങനെ കൊണ്ടുപോവാ. പ്രൈസലോ ഇങ്ങനെ കൊണ്ടുപോയി അവൻ ഒരു വീടിന്റെ സൈഡിൽ നിന്ന് പരസ്യം ചെയ്ത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഒരു പയ്യനോട് ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറിട്ടേ പോകാമെന്ന് പറഞ്ഞ്. പ്രൈസലോ എന്റെ വീട്ടിൽ കയറിട്ടെ തൊട്ടപ്പുറം വീടാ. പ്രൈസലോ കയറിയിട്ടേ പോകാന്ന് പറഞ്ഞ്. പ്രൈസലോ ഞങ്ങളവിടെ കയറി ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കൊച്ചു പിള്ളേരാ വിശ്വത്രം കട്ടിലിരിക്കുക. പ്രൈസലോ അവിടെ കാലെല്ലാം ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. പ്രൈസലോ അവർക്ക് ജോലിയുണ്ട്, PW ജോലിയാണ്. ആശുപത്രി കൊണ്ട് പല ടെസ്റ്റ് ചെയ്ത് അപ്പൊ അതിനകത്തൊന്നും രോഗമില്ല. അങ്ങനെ അവളല്ല ഇപ്പൊ ഞാൻ കയറിപ്പോയപ്പോൾ ഞാൻ ദൈവാസം പറഞ്ഞു, ദൈവാസ ഇതിന് പൈശാചിയെ കെട്ടാണ് നമ്മൾ കയറി പോവുക, പൈശാചികമായ കെട്ടാണ്, അതിനകത്ത് നമ്മൾ കയറി പോവാ, നമുക്ക് വരെയൊന്നും അറിയത്തില്ല. അവിടെ ചെന്നപ്പോൾ ദൈവാത്മാവ് വളരെ ശക്തമായി ഇടവന്ന് അവൾ സ്നാനപ്പെട്ട പെങ്കൊച്ചായിരുന്നു. അവള് ഇവിടെ ജോലിക്ക് വന്നപ്പോൾ പ്രേമിച്ച് ഒരു പയ്യനായിട്ട് പ്രേമിച്ച് അവനെ കെട്ടി അവരുടെ അതിലേക്ക് മാറിക്കൊണ്ട് ഇന്ന് ആ വിശ്വാസം അവളില്ല. പക്ഷെ അവൾക്ക് ദൈവത്തെ അവിടെ വീട്ടുകാരെല്ലാം പെന്തക്കോസുകാരാ. മനസ്സിലോ അങ്ങനെ ചെന്ന് അപ്പൊ ഈ ചെല്ലുവെക്കാരൻ ആ പെങ്കൊച്ചെന്ന് പറയാണ് ഞാൻ 2-3 ദിവസമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കാൻ വരണമെന്ന്. ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. 2 ദിവസമായിട്ട് അവൾ പ്രാർത്ഥിക്കാനിക്കോ അവൾക്ക് തോന്നി അവൾ മരിക്കാൻ പോവാന്ന്. അതേ രീതിയിലായി. ശരിയാണ്, അവൾ മരിക്കാൻ പോകുന്ന ആത്മാവ് ഇടപെട്ട് അങ്ങനെ അവസ്ഥ കാണിച്ച് രോഗമല്ല ഇവിടെ രോഗത്തിന്റെ ആത്മാവാ. നമ്മ ടെസ്റ്റ് ചെയ്യുമ്പോ അത് സ്കാൻ ചെയ്യുമ്പോ ഒന്നും കാണുകയില്ല. മനസ്സിലോ? ഹല്ലേലൂയ. അപ്പൊ അവള് മകൻ പറഞ്ഞു, ഒരു ചെറുക്കനുണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്. ആ പയ്യൻ ഇങ്ങനെ നോക്കുമ്പം ആ പയ്യൻ അമ്മയോട് പറയാ അമ്മയുടെ കൂടെ ഒരാൾ നടന്നു വരും ഞാൻ കണ്ടെന്ന്. മനസ്സിലോ? അമ്മയുടെ കൂടെ ഒരാള് അമ്മയെ എടുത്തുകൊണ്ട് വരും ഞാൻ കണ്ടെന്ന് ആ ചെറുക്കൻ പറയുക മകൻ പറഞ്ഞെന്ന് പറഞ്ഞ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ രോഗമല്ല, രോഗത്തിന്റെ ആത്മാവ് അവളെ നടത്തുമ്പോ അവള് പറയുന്നുണ്ട് അപ്പൊ എന്നെ ആരോ നിയന്ത്രിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് 3-4 ദിവസമായിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വരണമെന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവൻ കർത്താവ് ഞങ്ങളെ അവിടെ അയക്കുവാൻ ഇടവരുന്നത്. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ചെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില ആലോചനകൾ ചില കാര്യങ്ങൾ അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നേ ഈ വചനം വെച്ചാൽ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അവൻ ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നത്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉളവാക്കിയ ദൈവത്തിൽ നിന്ന് വരും. പ്രൈസ് ലോർഡ്. അവർ ആശ്രയിച്ച ദൈവത്തിലാണ്. ഹല്ലേലൂയ. അവർ ആശ്രയിച്ച ദൈവത്തിലാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചപ്പം ദൈവം അവൻ ആരെയും അവിടെ അയക്കും. എങ്ങനെയാണ് സഹായിക്കും? ഒരു പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കുവാൻ ദൈവം ആളെ അയക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വന്ന അമ്മയെ പ്രവർത്തിക്കാനിട വരും. ഞാൻ ഈ പറഞ്ഞു വന്നത് അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇവള് പിന്മാറിപ്പോയതാണ് അല്ലെങ്കിൽ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ലാസ്റ്റ് ആ വിശ്വാസം ദൈവാത്മാ അവളോട് പറഞ്ഞു ഇങ്ങനെ നിനക്കൊരു വിളിയുള്ള കൊച്ചാണല്ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടെന്നുള്ള പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പം അവിടെ ജീവിതം അങ്ങനെയൊക്കെ പോയി എന്നുണ്ടെങ്കിലും അവളെ ഇത് വഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവൾ ഈ രക്ഷയിലേക്ക് വരുവാൻ, ഈ സഹായിക്കുന്ന ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം അവളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും അവളെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ദൈവം അവിടെ ആളെ അയക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. മനസ്സിലോ? അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ദൈവാത്മാവ് ദൈവദാസന്മാരെ അയക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മൾ പോലും അറിയാതെ പെരയുടെ അകത്ത് മുറിക്കകത്ത് നിന്ന് എത്രയോ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അയ്യോ ഞങ്ങളെ രക്ഷിക്കുവാൻ ആരുമില്ലേ, ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ എവിടെയാണ് എന്നൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇതുപോലെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നത് അമ്മയും രക്ഷപ്പെടാനും രക്ഷപ്പെടുവാനും മാർഗമില്ലാതെ ഒരു പ്രത്യാശയുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന അമ്മയെ നമ്മൾ പോലും അറിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോട് മറുപടി നൽകുവാൻ കർത്താവ് ഓരോരുത്തരും അയക്കാറുണ്ട്. എനിക്ക് വളരെ അത്ഭുതമായി പോയി. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര അത്ഭുതമായി ഇങ്ങനെ ഒരു സംഭവം. ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി എത്ര തവണ ഒരുങ്ങിയ, ഞങ്ങള് ഉച്ചയാകുമ്പോൾ ചോറ് കഴിച്ച് പോരാൻ വേണ്ടി ഒരുങ്ങിയാണ്. പക്ഷെ അവിടെ ഞങ്ങളെ ആരോ പിടിച്ചത്. ഞങ്ങൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത്. ഞങ്ങളൊരു വെയിറ്റ് വെയിൽ കാരണം ഞങ്ങൾ 2 മണിക്കൂർ പരിമല എന്ന സ്ഥലത്ത് ഞങ്ങൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഒരു വെയിറ്റ് ഞാൻ അവിടെ നിന്നാണ് ഇവരെ വിളിച്ചത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അത്രയും സമയം വെയിറ്റ് ചെയ്ത് അപ്പൊ എന്ത് സംഭവം അറിയോ? ആ പയ്യൻ ജോലിക്ക് പോയിക്കാറ്. ആ പയ്യൻ വരണമായിരുന്നു അവിടെ. ഈ പെങ്കൊച്ചി വിളിച്ചാൽ കൊണ്ടുവരുമായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ. ഈ 2 മണിക്ക് ഞങ്ങളവിടെ ഇരുന്ന് അപ്പൊ ഈ സഹോദരൻ ജോലിക്ക് പോയ സ്ഥലത്തു നിന്ന് ആ പയ്യനെ വിളിച്ച് വരുത്തി കൂട്ടിരുത്തുക വെച്ചു. മനസ്സിലോ? എന്തോ പുള്ള അകത്ത് മരിക്കാൻ പോവാന്നുള്ള ചിന്ത വന്നിട്ട് പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ച് അവനെ ഇരുത്തുന്ന സമയത്ത് ഞങ്ങളവിടെ ചെല്ലുന്നത്. ആരും ആശ്രയമില്ലാത്തവർക്ക് യഹോവ തുണയായി നിൽക്കും.
ദൈവം തുണയായി നിൽക്കും. ആരും ആശ്രമമില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന അവൻ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി. കർത്താവെ ഒറ്റ വിളിയാൽ അവൻ നിൽക്കുന്നവനാ. അല്ലെ ഒറ്റ വിളിയാ അവൻ ഇങ്ങനെ നമ്മളെ വിളിക്ക് കാത്തു നിൽക്കുന്നവനാ കർത്താവ്. ആരാണ് അവനെ വിളിക്കുന്നത് നോക്കി നിൽക്കുക കർത്താവ്. ഹല്ലേലൂയ. എനിക്ക് വളരെ എനിക്കത് പറഞ്ഞറിയിക്കാൻ കഴിച്ച ഒരു അനുഭവമായിരുന്നു നിലച്ചത്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ദൈവത്തിൽ ആരാണ് ആശ്രയിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ആരന്വേഷിച്ചാലും ദൈവം അവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടവരും. അല്ലെ? വിശ്വാസം ഞാൻ വിടുവാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന ആ വചനത്തിൽ വെച്ചായിരിക്കാം ഒരുപക്ഷെങ്കിൽ ദൈവം എനിക്ക് വചനം ശുശ്രൂഷിക്കാൻ ഇന്ന് തന്നത്. ഞാൻ എടുക്കുമ്പോൾ ഈ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയിരിക്കാം ആ സാക്ഷ്യം ഉളവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വചനം ഇനിയും ക്രിയ ചെയ്യും. ഹല്ലേലൂയ. ഇതെപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇത് കാണുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് എല്ലാം ദൈവകാരം ചലിക്കുവാനിട വരും. ഹല്ലേലൂയ. പിന്നെ വായിക്കുകയാണ് സ്തോത്രം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? അവൻ സഹായിക്കുന്ന ദൈവം പറയുകയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നത്. നീ ആരെയും ആശ്രയിച്ചിരിക്കുന്നത്? നീ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുമ്പോൾ നിന്റെ കാൽ വീഴാതെ വേണം അവൻ നിന്നെ പരിപാലിക്കും. അല്ലെങ്കിൽ നിന്നെ താങ്ങുവാനിട വരും. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് അവൻ. നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് അവൻ. നിന്റെ കാൽ വഴുതി പോകാതിരിക്കാൻ അവൻ താങ്ങാൻ നിൽക്കുവാൻ ഇടവരും. അല്ലെങ്കിൽ അതുകൊണ്ടാ നീ പോകുന്ന മുമ്പ് നിനക്ക് ദൂതന്മാരയക്കുന്നവൻ. അല്ലെങ്കിൽ എന്തിനാ? നിനക്ക് വേണ്ടി വഴിയെ നിരപ്പാക്കാൻ. അല്ലെങ്കിൽ നിനക്ക് മുന്നിൽ നിൽക്കുന്ന വഴികളിലേക്ക് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെ മാറ്റുവാൻ ദൈവം ദൂതനെ മുന്നേ അയക്കുവാൻ ഇടവരും. എന്തിനാണ്? ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. നീ ദൈവത്തെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്. സ്വതം നിനക്ക് വേണ്ടി അവൻ വഴി തുറക്കുന്നത്, അവൻ വഴി നിരപ്പാക്കുന്നതൊക്കെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. പലപ്പോഴും നമ്മുടെ ആശ്രയം നമ്മൾ ക്രിസ്തുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ പലതിലും ആശ്രയിക്കാൻ പോകാറുണ്ട് പലരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ പലരും ദൈവത്തിലേക്ക് വന്നതിന് ശേഷം ദൈവത്തിന്റെ ആശ്രയത്തിനകത്ത് മടുപ്പ് തോന്നുവാൻ വരും. പലപ്പോഴും പെട്ടെന്ന് ചിലപ്പോൾ ഒരു മടിവരി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആശ്രയത്തിൽ ആളുകൾ മാറിപ്പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ ഇതല്ല, ഇനി ഇവിടെയല്ല, അല്ലെങ്കിൽ അവിടെയല്ല, അപ്പൊ ഇപ്പറയാണ്, അപ്പറയാണ്, അവിടെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോകാനിട വരും. ഞാൻ പലപ്പോഴും പലർക്കും കൂടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആന്റി വിളിച്ചു പറഞ്ഞ്, നിങ്ങൾ പാസ്റ്റർക്ക് എപ്പോഴും സമയം ഉണ്ടെങ്കിൽ ആലപ്പുഴ കൃപാസനത്തിൽ നിന്ന് പോകാൻ. അവിടെ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയാൽ മതി, കൃപാസനത്തിൽ ചെന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്നോട് അറിയാ ഹല്ലേലൂയ. പാസ്റ്റർക്ക് അവിടെ വലിയ അത്ഭുതം നടക്കുന്നു പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങ് പോയാൽ മതി പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പൊ ചില ആളുകൾ, ഞാൻ അത് ഉദാഹരണം പറഞ്ഞു, ചില ആളുകൾക്ക് ദൈവം തരുന്നത് പോരാ. സ്വതം മനുഷ്യമായ ചില വാക്കുകൾ കേൾക്കാൻ വേണ്ടി പോകണം. അത് സന്തോഷം ഉണ്ടാക്കും. ചിലർക്ക് ഇങ്ങനെ വലിയ സന്തോഷമാണ്, ഇങ്ങനെ വിളിച്ചു പറയത്തില്ല, അത് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് ഇങ്ങനെ നല്ല ആലോചനകൾ കേൾക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. അവരെന്ന് പറയാം, പത്രം വാങ്ങിക്കൊണ്ടുപോയാൽ മതി, ആ പത്രം കൊണ്ട് വീട്ടിൽ വെച്ചാൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെച്ചാൽ മതി വീട്ടിൽ കൊണ്ടുപോയി, നമുക്കിവിടെ പത്രത്തിന് ആവശ്യമില്ല. ഹല്ലേലൂയ. എങ്ങനെയുണ്ട്? അപ്പൊ ഈ പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ പലരും ഇങ്ങനെ പോകുന്നവരാണ്. എനിക്ക് അവരെന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അങ്ങനെ ഇത്രയും ആളുകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറയാം. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കാത്തിരിക്കുവാൻ മനുഷ്യൻ സമയമില്ല. ഒരു നിമിഷം കാത്തിരിക്കാൻ, ഒരു ദിവസം കാത്തിരിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മനുഷ്യൻ നിൽക്കാൻ സമയമില്ല. കാരണം അവർക്ക് എപ്പോഴും പെട്ടെന്നായിരിക്കണം. എല്ലാം ഡിജിറ്റൽ യുഗം പോലെ, അങ്ങോട്ട് കമ്പ്യൂട്ടർ യുഗം പോലെ, മൊബൈൽ കുത്തുമ്പോൾ വരുന്നത് പോലെ ആയിരിക്കണം. കർത്താവെ എനിക്കിപ്പോ കിട്ടണം എന്ന് പറയുമ്പോൾ അത് കയ്യിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റൊന്ന് അന്വേഷിക്കാൻ ഇടവരും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്നവർ അവൻ ശക്തിയെ പുതുക്കുവാൻ ഇടവരും. ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്ന, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുവാൻ ഇടവരും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ദിനംതോറും ഉയർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവർ കഴുകന്മാരെ പോലെ ദിനംതോറും ചിറകടിച്ച് ഉയർന്നുകൊണ്ടിരിക്കും. കാത്തിരിക്കുന്നവർ അവർ താഴേക്ക് പോകത്തില്ല. അവർ കാത്തിരിക്കും തോറും അവർ ശക്തി പ്രാപിക്കുക ചെയ്യുന്നത്. അവർ വെയിറ്റ് ചെയ്യും തോറും അതിന് ദൈവം മാറ്റം ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്നില്ല, ഒരുപക്ഷെ നമുക്ക് പുറമേ കാണാൻ കഴിയത്തില്ലായിരിക്കും മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളെല്ലാം കാണുന്ന ഒരു സമയം ഉണ്ടാകും, നമുക്ക് തന്നെ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു ദിവസം ഉണ്ടാകും ഇതിന് പിന്നിൽ. പ്രൈസ് ദി ലോർഡ്.
അവൻ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. പ്രേസ്തോലം. ദൈവത്തെയും അവൻ സത്താനെ നമുക്ക് ഒരുമിച്ച് സേവിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഒന്ന് തന്നെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അവൻ സ്തോത്രം കുലുങ്ങിപ്പോകത്തില്ല. അവനൊരിക്കലും പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ആകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ വിഷയങ്ങൾക്ക് ഒരു മറുപടി കാണാൻ കഴിയും. അതാണ് ദൈവത്തെ കാത്തു നിൽക്കുന്നവർ, അല്ലെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുന്ന അവൻ ദൈവത്തിൽ നിന്ന് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരകത്തൊരു പ്രത്യാശ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇന്നല്ല നാളെ എനിക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവത്തെ നാം സേവിച്ചിരിക്കുന്നുള്ള ആ ബോധ്യ ഉറപ്പുമായിരിക്കും അവരെ എപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ബലമില്ലായിരിക്കും, മറ്റുള്ളവർക്ക് ബലപ്പെടുവാൻ കഴിയത്തില്ല. കാരണം അവരുടെ ബലമൊക്കെ ക്ഷയിച്ചു പോകുന്ന ബലമായിരിക്കും. മാനുഷിക ബലങ്ങളെല്ലാം ക്ഷയിച്ചു പോകും. അല്പസമയം കഴിയും ഇതെല്ലാം ക്ഷയിച്ചു പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ബലം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യന്റെ ബലം എന്നേക്കും നിലനിൽക്കുന്ന ബലമായിരിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട സഹായി എവിടെ നിന്നായിരിക്കണം? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നായിരിക്കണം. ഉൽപ്പത്തിയിൽ പറയുന്നത് ആകാശത്തെയും ഭൂമി അവൻ ആദ്യം സൃഷ്ടിച്ചല്ലേ. ഹല്ലേലൂയ. അവനിലായിരിക്കണം നമ്മുടെ ആശ്രയം. അവനിൽ നിന്നായിരിക്കണം നമ്മൾ വാങ്ങുവാൻ കാത്തിരിക്കേണ്ടത്. അവനിൽ നിന്ന് ഭരിക്കണം നമുക്ക് വേണ്ടത്. ജീവജലം നമ്മൾ ഭക്ഷിക്കുവാൻ അവനിൽ നിന്ന് വേണം നമുക്ക് ഭക്ഷിക്കുവാൻ. ഹല്ലേലൂയ. അവനിലുണ്ട്. ഞാൻ വെള്ളം തരുന്നവൻ അവൻ സ്തോത്രം ആഹാരം തരുന്നില്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു പറഞ്ഞില്ലേ, അവനെ ഭക്ഷിച്ചാൽ പോരെ. ഞാൻ ജീവജലമാണെന്ന് പറഞ്ഞില്ലേ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കുടിക്കുവാനും കഴിക്കുവാനുള്ളതൊക്കെ അവന് തന്നെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവനിലുണ്ട്, ക്രിസ്തുവിലെല്ലാം ഉണ്ട്. നമുക്ക് എന്താണ് ആവശ്യം നമ്മുടെ ജീവിതത്തിൽ? എവിടെയാണ് തകർന്നിരിക്കുന്നത്, എവിടെയാണോ നിരാശയായിരിക്കുന്നത്, എവിടെയാണ് അവൻ താണുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിനൊക്കെ ഉയർത്തുവാൻ കഴിയുന്നതാണ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. ഹല്ലേലൂയ. അത് ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് അവൻ നന്നായി ജീവിച്ചു പോകാൻ കഴിയത്തുള്ളൂ, നിത്യമായ ജീവനിൽ കടന്നു പോകാൻ. ഞാൻ വിടുവാണ്, അവിടെ വെച്ച് വിടുവാണ്. ഞാൻ പെട്ടെന്ന് അവസരം വായിച്ചു വിടുവാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. യഹോവ നിന്റെ പരിപാലകൻ. ഈ പരിപാലകനെ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറയുന്നത്. പരിപാലകൻ കുറച്ച് വാക്യം അടുപ്പിച്ചുണ്ട്. അന്നെങ്കിൽ ദൈവത്തിന്റെ വചനം നോക്കിയാൽ നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങുകയുമില്ല. പ്രേക്ഷോ, ഞാൻ ഇത് എടുക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, ദൈവത്തിനൊക്കെ ഉറങ്ങാൻ വേണ്ടി നമ്മുടെ ഒരു ദിവസം കൊടുക്കാറുണ്ട്. ഞാൻ ഇതല്ല പറഞ്ഞത്, ദൈവം ഉറങ്ങുന്ന ഒരു ദിവസമുണ്ട് അല്ലേ. ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ല. അപ്പം ബാക്കി അന്ന് മനുഷ്യനൊക്കെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ദിവസമുണ്ട് അല്ലേ. നമ്മളൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. പോയി ഒരു ദിവസം ഇരിക്കും, ദൈവം ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കും. നമ്മുടെ കർത്താവ് ഇവിടെ പറയാം, അവൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. അവൻ ഉറങ്ങാനും പറ്റത്തില്ല, അവൻ മയങ്ങുന്നവനല്ല. അവന്റെ ദൃഷ്ടി എപ്പോഴും തന്റെ ഭക്തന്മാരുടെ മേലിങ്ങനെ നീക്കുകയാണ്. അല്ലെങ്കിൽ ആ ദൈവത്തെ കിട്ടിയെന്ന് ഓർത്ത്, ആ കർത്താവിന് കിട്ടിയ മനുഷ്യന്റെ ആ ഭാഗ്യം ഓർത്ത്. അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല, അവൻ നമ്മളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമുക്ക് വേണ്ടി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഒരു കുഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് നടക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും, അതെങ്ങനെ എഴുന്നേക്കുന്നത്, എങ്ങനെ നടക്കുന്നത്, എങ്ങനെയൊക്കെ പിടിക്കും, ഇതൊക്കെ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അല്ലേ, അപ്പനും അമ്മയെ നോക്കിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ നോക്കുവോ? ഇല്ല. അവരെ നോക്കത്തുള്ളൂ. ഓരോ സ്റ്റെപ്പും എഴുന്നേക്കുന്നത്, പിടിക്കുന്നത്, എങ്ങനെ അതൊക്കെ നോക്കി അപ്പൊ ദൈവം നമ്മളെ അതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അതുപോലെ നോക്കുന്നത്. നമ്മളെല്ലാം ക്രിസ്തുവിൽ പിച്ച വെച്ച് നടക്കുന്ന ആളുകളാ. അപ്പം നമ്മൾ തട്ടി വീഴാതെ വേണം ഹല്ലേലൂയ, അല്ലെങ്കിൽ ഉയരാതെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ദൈവം താങ്ങി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടും തട്ടി വിട്ടുകൊണ്ടിരിക്കുക. അത് നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും ദൈവം മാറ്റിവിട്ടത് നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും അത് നമ്മൾ അറിയുന്നത് എപ്പോഴായിരിക്കും? ഏതെങ്കിലും യുവദാസന്മാർ ഏതെങ്കിലും സമയത്ത് വന്ന് ഏതെങ്കിലും ആലോചന പറയുമ്പോഴാണ് ഒരുപക്ഷെ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അന്ന് സംഭവിക്കേണ്ടത് അങ്ങനെ ആയിരുന്നു വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോയേനെ എന്നുള്ളത് പിന്നീടായി നമുക്ക് അറിയുന്നത്. പക്ഷെ ദൈവം നമ്മൾ തട്ടിവിട്ടതും മാറ്റിവിട്ടതും ഒക്കെ നമ്മൾ അറിയാതെ ജീവിച്ച് ഇന്ന് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പല ദൈവമക്കളും, എല്ലാ ദൈവമക്കളും സ്വത്രം ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മളെ ദൈവം ഇതുവരെയായിട്ട് നമ്മളെ തട്ടി വിട്ടത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ട് നിർത്തിയിരിക്കുന്നത് ദൈവമക്കൾ ആരും ചിന്തിക്കാറില്ല. ഞായറാഴ്ച ഒരു ദിവസം, അയ്യോ എന്റെ കർത്താവ്, ഞാൻ അത് ആശ്രയിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാനത് പ്രാർത്ഥിച്ചാൽ കിട്ടിയില്ലല്ലോ എന്നൊക്കെ മാത്രം പറയാനേ. കാരണം നിങ്ങൾ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ദൈവദാസന്മാരും ഉപവാസം എടുക്കണം അതിന് വേണ്ടി പ്രത്യേകം. ഇത് പറഞ്ഞിട്ട് ആൾക്കാർ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതല്ലാതെ ദൈവം നമ്മെ ഇതുപോലെ നടത്തിയ വിധങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനോ പറയുവാനോ ആർക്കും കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ ആ സ്നേഹം നമ്മുടെ മേൽ വന്നിരിക്കുന്നത് കാണുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് അർപ്പിക്കുമ്പോൾ, ദൈവം ചെയ്ത പ്രവൃത്തികൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദൈവം എങ്ങനെയാണ് നമ്മളെ കരുതിയതെന്നുള്ളത്, ഈ ദൈവം എങ്ങനെയാണ് നമ്മളെ ഒരു പരിപാലിച്ചതിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നത്, ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല. പ്രൈസ് ലോർഡ്. ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി. അതെങ്ങനെ നടത്തിയതിനെ കുറിച്ച് ചിന്തിക്കണം. നോക്കിക്കേ, അവൻ ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് ശത്രു വരാതെ വേണം അവൻ അയ്യോബിന്റെ വീടിന് ചുറ്റുമായി വേലി കെട്ടിയ പോലെ നമുക്ക് വീടിന് ചുറ്റും നമ്മളായിരിക്കുന്ന ആ ജീവിതത്തിന് ചുറ്റും വേലി കെട്ടിക്കൊണ്ട് നമ്മെ നടത്തുന്ന ആ ദൈവത്തെ നമ്മൾ എത്ര ആഴങ്ങളേറെ ഇറങ്ങിപ്പോയി നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. പ്രൈസ് ലോർഡ്. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇരിക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളൊക്കെ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. ആ കൊച്ചു പറയാണ്, രാത്രി 12 മണി കറക്റ്റ് സമയമാകുമ്പം ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എങ്ങനെ കിടന്നുറങ്ങിയാലും രാത്രി 12 മണിയാകുമ്പോൾ ആ കൊച്ചു എഴുന്നേൽക്കും. പിന്നെ ഉറങ്ങത്തില്ല. പിന്നെ അവളല്ല ആള്. ഹല്ലേലൂയ. അവളല്ല ആള്. പ്രൈസ് ലോർഡ്. ഒക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, അവളുടെ മേൽ ക്യാൻസറിന്റെ ആ വിശ്വാസത്തിലും ആത്മാവ് അവളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവള് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രോഗമൊന്നും ഇല്ല. അവള് പറഞ്ഞത് അവിടെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക, ശരീരത്തിൽ മുഴുവൻ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. ഇരുന്നിട്ട് വരുമ്പം സ്വതം കട്ടിലെ മുഴുവൻ രക്തമായിരിക്കും. പ്രൈസ് ലോർഡ്. ഒരിക്കൽ അത് അറിഞ്ഞില്ല. കൊച്ചു വന്ന് പറഞ്ഞ ചെറുക്കനുണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ ചെറുക്കൻ പറഞ്ഞു, അമ്മച്ചി ആടെ ഇവിടെ മുഴുവൻ ബ്ലഡ് കിടക്കുന്നു പറയുമ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് അറിയുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ടെസ്റ്റ് ചെയ്ത് ഒന്നുമില്ല. പ്രൈസ് ലോർഡ്. ആ സ്വന്തം ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴല്ല ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. എന്താണ് രോഗമാണെന്നുണ്ടെങ്കിൽ രോഗത്തിന്റെ ആ റിപ്പോർട്ടിൽ അത് കാണാൻ കഴിയും. രോഗമല്ലാത്തത് കൊണ്ടാണ്, അത് സ്കാനിങ്ങിലും മറ്റൊന്നിലും അതിന് കാണാത്തത് കൊണ്ട് ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അതിന് രോഗത്തിന്റെ ആത്മാവിനെ കാണാൻ കഴിയാത്തതുകൊണ്ട് ഒരു മരുന്ന് കൊടുക്കുന്നില്ല. അവിടെ ഒരു ഫോട്ടോ കാണിച്ച് എന്നെക്കാട്ടും വണ്ണമുണ്ട്, നല്ല സുന്ദരിയായ കുറിച്ച്, ഇന്ന് മാളിന്റെ അതുപോലെ ഇരിക്കുന്നത്, കട്ടിലിരിക്കുക, മാളിന്റെ അത്ര അതുപോലെ ആയിട്ടുള്ളത്. പ്രൈസ് ലോർഡ്. ഇരിക്കുക, അത്രയും പോയി ഞങ്ങളെ ഫോട്ടോ കാണിച്ചു തന്നിട്ട്, ഞാൻ ഇങ്ങനെ ആളാണ്, പെട്ടെന്ന് ആർക്കും അറിയത്തില്ല ഇതിങ്ങനെ ആയിപ്പോയെന്നുള്ള അന്ന് കരയുകയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. അതേമാതിരി രാത്രിയിലെ ഭയത്തെയും ആ വ്യക്തിക്ക് സംസാരിക്കുന്ന സംഹാരത്തെയും നീ പേടിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഇതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പരിപാലനം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. രാത്രിയിൽ ചന്ദ്രനെങ്കിലും പകൽ സൂര്യനെങ്കിലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന ദൈവവചനം പറയുന്നത്. രാത്രിയിൽ ചന്ദ്രനെങ്കിലും പകൽ സൂര്യനെങ്കിലും നീ ഭയപ്പെടേണ്ടെന്ന്. അല്ലെങ്കിൽ ഈ 2 സമയവും ദൈവത്തിന്റെ പരിപാലനത്തിന് ഉണ്ടാകുമെന്ന്, ഈ 2 സമയവും ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കുന്നത്? നമ്മൾ ആരിന്ന് സഹായം വരുമെന്ന് കാത്തു നിൽക്കുന്നത്? അവൻ ആകാശത്തെയും ഭൂമിയെയും ഉളവാക്കിയ ദൈവത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കരവലയം. നമുക്ക് ചുറ്റുമായി ദൈവത്തിന്റെ കരവലയം ഉണ്ടാകുവാൻ കാരണം നമ്മൾ ആശ്രയിക്കുന്ന ക്രിസ്തുവിലായിരിക്കണം. നമ്മുടെ ആശ്രയം ക്രിസ്തുവിലാകുമ്പോഴാണ്, ആ സഹായിക്കുന്നവനാണ് നമ്മൾ ഇതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. പിന്നെ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പിന്നെ യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ദൈവം പറയാ, ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ നിന്നെ പരിപാലിക്കും. ഒരു ദോഷവും. അപ്പൊ നമുക്ക് തോന്നുന്ന ദോഷമായിരിക്കും. നമ്മൾ തിന്മയ്ക്കായി വരുന്നില്ല, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. അല്ല, നമുക്ക് തോന്നുന്നത് ദോഷമായിട്ട് തോന്നാറുണ്ട്. ഹല്ലേലൂയ. അത് ദോഷമായി തീർന്നല്ലോ എന്ന് നമുക്ക് തോന്നുവാനിടവരെ വരും. ഇവിടെ പറഞ്ഞ വചനം പറയാം, ദൈവം ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വാക്തത്വമാണ്, വചനമാണ്. ഒരു ദോഷം നമുക്ക് തോന്നുമായിരിക്കും, നമ്മൾ മാനുഷികമായ കണ്ണുകളോട് തോന്നിക്കഴിഞ്ഞാൽ അത് ദോഷമായി മാറും. നമുക്ക് ദോഷമാണെന്ന് തോന്നും. പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ അതൊക്കെ ആ നന്മയ്ക്കായി കൊണ്ടുപോകും. നമുക്ക് തോന്നും ശത്രു എത്ര ദോഷമായുള്ളവരുമായിട്ട് പ്രവൃത്തി ചെയ്താലും ദൈവം അതിനെ നീതീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്മയ്ക്കായിട്ട് അത് വ്യാപരിപ്പിക്കേണ്ടി വരും. അത് വന്ന് അതിനെ കറക്കി എടുത്തുകൊണ്ട് അവൻ നന്മയ്ക്കായിട്ട് വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം നമ്മൾ സേവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ശത്രു തോന്നുന്നു, ശത്രു ബാക്കി അറിയത്തില്ലല്ലോ, ശത്രു ഇടാനല്ലേ അറിയത്തില്ല, എടുക്കാൻ അറിയത്തില്ലല്ലോ. പ്രൈസ് ലോർഡ്. ശത്രുവിന് ഹല്ലേലൂയ അങ്ങോട്ട് ഇടാനേ അറിയത്തുള്ളൂ, എടുക്കാൻ അറിയത്തില്ല. പ്രൈസ് ലോർഡ്.
അപ്പൊ നമ്മുടെ മേൽ ഏതെല്ലാം രീതി ദോഷമിട്ടെങ്കിലും അതിനെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആശ്രയം ക്രിസ്തുവിലാവുമ്പോൾ നമ്മളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ കരം നമുക്ക് ഒരു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തുവിൽ നമ്മുടെ ആശ്രയമാകുമ്പോൾ ദൈവം നമ്മെ വിടുവിക്കുവാൻ ഇടവരും. പിന്നെ ഒരു വാക്യം ഇങ്ങനെ വായിച്ച് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ. വചനം പറയും, അവൻ നിന്റെ ആഗമനത്തെയും ഗമനത്തെയും അവൻ ഇന്നു മുതൽ, ഹല്ലേലൂയ, നീ എപ്പോൾ അവനെ ആശ്രയിച്ചിട്ടുണ്ടോ ആ നിമിഷം മുതൽ അവൻ പരിപാലിക്കും. ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ നമ്മൾ എപ്പോഴാണ് ആശ്രയിക്കാൻ വന്നിരിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് ദൈവത്തിലേക്ക് വന്നിരിക്കുന്നത്, ആ നിമിഷം മുതൽ ദൈവമേ അല്ലെ കർത്താവ് എന്നൊറ്റ വിളിയാൽ അവിടെ നിന്ന കർത്താവ്, അവൻ വിടുവിച്ച ദൈവം യേശുവേ എന്നൊറ്റ വിളിയാൽ നമ്മെ വിടുവിക്കുന്ന കർത്താവ് ഇന്ന് മുതൽ ഈ സമയമാണ് നീ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയം മുതൽ നിന്നെ പരിപാലിക്കാൻ അവൻ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നിന്റെ എല്ലാ കാര്യങ്ങളും അവൻ പിന്നെ നടത്തിക്കോളും. അതെ, പത്രോസ് പറയാ, നിങ്ങൾ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുക. എന്തുകൊണ്ടറിയോ? അവൻ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ ഒരിക്കൽ പറഞ്ഞ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവനോട് ആ കൽപ്പിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ അവൻ എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ മതി. ബാക്കി ഒന്നും നിങ്ങൾ ചോദിക്കാൻ പോകണ്ട. ബാക്കിയൊക്കെ എനിക്കറിയാം അവൻ ആരാന്നുള്ളത്. അതാ അർത്ഥത്തിലാണ് പറയുന്നത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. കർത്താവിന് മഹത്വം. അപ്പം അവൻ ഇന്ന് മുതൽ നമ്മൾ എപ്പോഴാണോ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നത്, എപ്പോഴാണ് കർത്താവിനെ വിളിക്കുന്നത്, അന്ന് മുതൽ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ മതി. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നടത്തുവാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നടത്തുമോ എന്ന് പലർക്കും ചോദ്യം അവൻ നിൽക്കുക. ഇത് നടക്കുമോ, ഇത് മാറുമോ, ഇങ്ങനെ ഇതെങ്ങനെ അങ്ങ് തീരുവല്ലേ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ലാസറിനെ പുറത്ത് കൊണ്ടുവന്ന ദൈവമാണ്. 4 ദിവസം നാട്ടം അല്ലെ, 4 ദിവസമായിട്ട് നാട്ടം വെച്ച് ലാസറിനെ പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞ ആ ദൈവത്തിന് നിന്റെ വിഷയം വലിയ വലുതാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഉയർപ്പിക്കാൻ അവിടെ ആരും വന്നില്ല. നാട്ടം വെച്ച അല്ലെങ്കിൽ നാട്ടം വെക്കേണ്ട ലാസർ വന്നില്ല. വിധവയുടെ മുഖം വന്നില്ല. യാറോസിന് മകൾ ആരും വന്നില്ല. അവൻ തന്നെ അവിടെ പരിശുദ്ധാത്മാവൻ എഴുന്നേറ്റ് വന്നവനാ. അല്ലെങ്കിൽ ആരും വിടി ദൈവത്തിന്റെ വചന നിവർത്തീകരണം അത് നടക്കേണ്ടത്. അതുകൊണ്ട് നിന്റെ നാട്ടം വെക്കേണ്ട അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, ആർക്കും വിടിയിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് അവൻ ഉയർത്തിക്കൊണ്ടുപോകാൻ ഈ വചനത്തിന് കഴിയും. ഏതവസ്ഥയിലും മാറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്ന സന്ദേശമാണ് ഈ വചനം. ഈ വചനത്തിന് ശക്തി അത് അത്ര ബലമുള്ളതാണ്. ആരേറ്റെടുത്താലും എത്ര ചീഞ്ഞ അവസ്ഥയിലാണ്, അങ്ങനെ ചീഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിലും അതിനകത്ത് ഉയർപ്പ് വരാൻ കഴിയുന്ന വചനമാണ് ഈ വചനം. ഹല്ലേലൂയ. നീ എന്ന് ആശ്രയിച്ചാലും ഈ സമയം ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നിന്നെ പരിപാലിക്കാൻ കഴിയുന്ന ദൈവമാണ് ഈ കർത്താവ്. ആഗമനത്തെയും ഗമനത്തെയും അവൻ പരിപാലിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നീ ആ കർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കുന്ന ഇടയിലാണ് ഈ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഇടയിൽ വ്യാപരിക്കുന്നതാണ്. അത് വിശ്വസിക്കണം. ചുമ്മാ കേട്ടത് കൊണ്ടോ ഇതിലേക്ക് വന്ന് നിന്നത് കൊണ്ടോ ഒന്നല്ല, അയ്യോ എന്തെങ്കിലും കേട്ടത് കൊണ്ടല്ല എന്ന് പറയുന്നത് അതല്ല. ഇത് വിശ്വസിക്കുന്നത് എന്നോടുള്ളതാണ്. ഇത് എന്റെ ജീവനോടുള്ള സന്ദേശമാണ്. എനിക്കൊരു ഉയർച്ച പ്രാപിക്കണം, എനിക്കിതിങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു ഉയർച്ച വേണം, ഞാനിത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് ആര് ഏറ്റെടുക്കണം? ഹല്ലേലൂയ. ആവശ്യമുള്ളവർ ഏറ്റെടുക്കണം അല്ലെ, ആവശ്യമുള്ളവരെ ഏറ്റെടുക്കത്തുള്ളത്. നമ്മളെല്ലാവരും ഈ വചനം വിശ്വാസം ഇത് ക്രിയ ചെയ്യും. നമ്മൾ അയക്കുന്ന ഈ വചനം ക്രിയ. ഞാനിത് ഇവിടെ നിന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടിട്ട് തട്ടിവിടുന്നുണ്ട്. ചിലപ്പോ ആരോടോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും നമുക്ക് ആർക്കും പറയാം. പക്ഷെ ഈ വചന ക്രിയ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ക്രിയ ചെയ്യും. ഹല്ലേലൂയ. ആ ഉറപ്പിലാണ് നമ്മൾ ഇതുപോലെ വിളിച്ച് ലൈവിലൊക്കെ വിടുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ആരെങ്കിലും സമാധാനമില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും നിരാശയായിരിക്കുമ്പോൾ, ആരെങ്കിലും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ വചനം സമാധാനം നൽകുന്ന വചനമാണ്. ഒരു പക്ഷെങ്കിൽ വചനം കേട്ട് ഏറ്റെടുക്കുമ്പോൾ, ഏത് ജാതി ഏത് മതമായിക്കോട്ടെ, പക്ഷെ ഈ വചനം കേട്ട് ഏറ്റെടുക്കുമ്പോൾ ഒരു ഉയർച്ച, ഒരു സമാധാനം, കുടുംബത്തിനകത്തൊരു സ്വസ്ഥതയൊക്കെ ആവശ്യമുള്ളവരായി ഈ വചനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ ആഗമനത്തെയും ഗമനത്തെയും പരിപാലിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ദൈവമുണ്ട്. ഈ നിമിഷം മുതൽ എപ്പോഴും കരുതുന്ന ദൈവമുണ്ട്. ഈ നിമിഷം മുതൽ നിന്നെ കുടുംബത്തെ മാനിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം നാം ഏറ്റെടുത്തുകൊണ്ട് എവിടെ നിന്നാണ് സഹായം വേണ്ടതെന്ന് നാം ആഗ്രഹിക്കണം. ആകാശത്തെയും ഭൂമിയെ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിലായിരിക്കണം നമ്മുടെ സഹായം ആവശ്യപ്പെടേണ്ടത്. അവനിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ നിർത്തുകയാണ്. കർത്താവ് നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രക്ഷകളോ നമുക്ക് കർത്താവിന്റെ മേശയുണ്ട്. അതുകൊണ്ടൊക്കെ നിർത്തി പെട്ടെന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.